الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഈമാനോടുകൂടി മരണപ്പെടുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമുഖത്ത് കോടാനുകോടി ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ കേന്ദ്ര ബിന്ദു എന്നത് മനുഷ്യരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങളെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. ഈ മനുഷ്യവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 17:70 പറയുന്നത് വലഖദ് കറംനാ ബനി ആദമ, ആദം സന്തതികളെയൊക്കെയും നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യരുടെ ഈ ആദരിക്കപ്പെട്ട മനുഷ്യൻ്റെ മാത്രം കോടാനുകോടി ജീവജാലങ്ങളിൽ പ്രത്യേകം ആദരവിന് അർഹരായ മനുഷ്യരുടെ മാത്രം ഒരു പ്രത്യേക ഗുണമാണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അവർക്ക് മാത്രമാണ്, ഈ കോടാനുകോടി ജീവജാലങ്ങളിൽ മനുഷ്യവർഗത്തിന് മാത്രമാണ് നഗ്നതാബോധമുള്ളത്. അത് ഒരു സംസ്കാരമായി, ഒരു അന്തസ്സായി, ഒരു ആഭിജാത്യമായി മനുഷ്യർ കാണുകയും വസ്ത്രം ധരിക്കുകയുമെല്ലാം ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വസ്ത്രധാരണാ രംഗത്ത് ഒരുപാട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളുമെല്ലാം നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. ആ വിവാദങ്ങൾ ഈ അടുത്ത കാലത്തും
പള്ളുരുത്തി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉണ്ടായി. ആ വിഷയം ഞാനിവിടെ ചർച്ച ചെയ്യുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും അതുപോലെ തന്നെ മനുഷ്യരുടെ മൗലികമായ അവകാശങ്ങളും ഒരു സ്ഥാപനം നടക്കുമ്പോൾ അത് നടന്നു പോകേണ്ടുന്ന KER, KSR പോലെയുള്ള അതിൻ്റെ നിയമകാര്യങ്ങളും എല്ലാം അറിയുന്ന ആളുകളെല്ലാം അത് നിരന്തരം ചർച്ച ചെയ്യുകയും സോഷ്യൽ മീഡിയകളിലൂടെ അത് വിവരിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത് 90% ആളുകളും അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇങ്ങനെയൊരു വിഷയം വരാനുള്ള കാരണം, ഇങ്ങനെയൊരു ചർച്ച ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലമറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലാകാലങ്ങളായി നാം അലസമായി കാണുകയും അവഗണിക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യം, അത് ഇസ്ലാം മതത്തിൽ പെട്ടതു തന്നെയല്ല എന്ന് ഇസ്ലാമിൻ്റെ എതിരാളികൾ പറയാനുള്ള കാരണം അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ മാതാപിതാക്കളും അടങ്ങുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ സ്ത്രീവർഗമാണ് ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് ഈ വിഷയം എത്തിച്ചേരാൻ പ്രധാനമായും കാരണം. നിങ്ങൾ റോട്ടിലിറങ്ങി നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നോക്കൂ, നമ്മുടെ കുടുംബത്തിൽ നോക്കൂ. 99% ആളുകളും ഈ പറഞ്ഞ രൂപത്തിൽ വസ്ത്രധാരണാ രംഗത്ത് തലമറക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ മേഖലയിൽ അതിനെ അവഗണിക്കുകയും അതിൽ നിരുത്സാഹമായ രൂപത്തിൽ അലസമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു രൂപമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ അവസ്ഥയിൽ ഇന്നത്തെ ചിന്ത, മുസ്ലിം സമൂഹത്തിൻ്റെ ചിന്ത, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളെയും സ്ത്രീവർഗത്തിൻ്റെയും ചിന്ത എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഒരു വസ്ത്രധാരണാ രീതി സ്വീകരിക്കുകയാണ് എങ്കിൽ എനിക്കതൊരു ജോലി കിട്ടുന്നതിന് തടസ്സമായി തീർന്നേക്കാം. അതുമല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഞാൻ ഇറങ്ങുകയാണ് എങ്കിൽ അത് ആക്ഷേപിക്കപ്പെടാൻ ഒരു കാരണമായേക്കാം. കോളേജുകളിലോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഞാൻ കയറി ചെല്ലുകയാണ് എങ്കിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും എനിക്കുണ്ടായി തീർന്നേക്കാം. അതുകൊണ്ട് ഞാൻ ആ വേഷവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ കുടുംബനാഥന്മാരും ഉത്തരവാദപ്പെട്ടവരും അങ്ങനെയൊരു വേഷം ധരിക്കാൻ അവരെ നിർബന്ധിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഈ ആശങ്ക ഇപ്പോഴുണ്ടായി തീർന്നിട്ടുള്ളത് മാത്രമാണ്. തട്ടമിട്ടാൽ, ഇവിടെ നമുക്കറിയാം സമൂഹത്തിൽ ഒരു മുസ്ലിം സ്ത്രീ തട്ടമിട്ടാലേ പ്രശ്നമുള്ളൂ. വേറെ ആര് ഏത് വിഭാഗത്തിൽ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും തട്ടമിട്ടാൽ ഇവിടെ ഒരു പ്രശ്നമേയല്ല. കഴിഞ്ഞ ദിവസം ഒരു ഹാർഡിൽസിൽ ഒരു കന്യാസ്ത്രീ തൻ്റെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്തത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ഒരു മത്സരത്തിൽ പങ്കെടുത്തത് ഒരു തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ്. ആ തിരുവസ്ത്രമെങ്ങാനും അണിഞ്ഞത് ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഇവിടെ പത്രങ്ങൾക്ക് വിശ്രമമുണ്ടാവുകയില്ല, ചാനലുകൾക്ക് വിശ്രമമുണ്ടാവുകയില്ല, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പല ആളുകൾക്കും വിശ്രമമുണ്ടാവുകയില്ല, നിറഞ്ഞ് കത്തുകയായിരിക്കും ഇവിടെ മീഡിയകൾ മുഴുവനും. എന്നാൽ ആ പങ്കെടുത്തിട്ടുള്ള ആ മത്സരത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ അത് ഈ സമൂഹത്തിന് തന്നെ വളരെ ആവേശകരമായി എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത്. അത് ശരിയുമാണ്, ആവേശകരമായി, അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ അത് അവരല്ല മറ്റൊരാളായിരുന്നുവെങ്കിൽ അവിടെയുണ്ടാകുന്ന കുതൂഹലത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നാം അറിയേണ്ടത് ഇത് പുതിയ ഒരു കാലമാണ്. നമ്മൾ അറിയേണ്ടത്, നമ്മുടെ സ്ത്രീകൾ അറിയേണ്ടത് ഇതൊരു പുതിയ കാലമാണ്, ഇതൊരു ഫാസിസ്റ്റ് കാലമാണ്. ഇസ്ലാമിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടെ കഴിയുകയില്ല. ഇസ്ലാമിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടെ കഴിയുകയില്ല. ഇസ്ലാമിനെ കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കാം. ഇനി ഇസ്ലാം എനിക്ക് വേണ്ട, അതിൻ്റെ നിയമങ്ങൾ എനിക്ക് വേണ്ട, അതിൻ്റെ ആദർശങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കാം.
എന്നാൽ ഇസ്ലാമിനെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ കഴിഞ്ഞുകൂടുക പ്രയാസമാണ്. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ മുസ്ലിമായി ജീവിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ പൊരുതി ജീവിക്കേണ്ടി വരും. ഈ രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം ഒരു മുസ്ലിമായി ജീവിച്ച് അതൊരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അവസരം അള്ളാഹുവിൻ്റെ അടുക്കൽ നേടിയെടുക്കണമെങ്കിൽ പലതിനോടും പൊരുതിയിട്ട് ഇവിടെ ഇനി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പല വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും കൈകാര്യം ചെയ്യപ്പെടുകയും എല്ലാം ചെയ്യുന്ന ഒരു ചുറ്റുപാടാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഇടത്തോടുകൂടി മുസ്ലിം സമൂഹത്തിന് ജീവിക്കാൻ കഴിയണം. അത് സ്ത്രീവർഗമായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഇതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനെ നേരിട്ടുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം വേഷവിധാനത്തെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച് അവരുടെ ശരീരത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് സൂറത്തു നൂർ 24-ാം അധ്യായം 31-ാം വചനത്തിൽ പറയുന്നത് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, അവരുടെ സീനത്തിൽ നിന്ന് അവരുടെ അലങ്കാരത്തിൽ നിന്ന് പ്രകടമായി വരുന്ന കാര്യങ്ങളല്ലാതെ അവർ മറ്റൊന്നും പുറത്തിറങ്ങുമ്പോൾ വെളിവാക്കുവാൻ പാടില്ല. ഈ വെളിവാകുന്ന ഇല്ലാമാ ലഹറ മിൻഹാ എന്നതിനെ മുഫസ്സിറുകളായ ആളുകൾ വിശദീകരിക്കുന്നത് മുഖവും മുൻകൈയുമാണ്. ഈ രണ്ട് ഭാഗങ്ങൾ മാത്രം കാണുന്ന വിധത്തിൽ ബാക്കിയുള്ളത് മുഴുവനും മറച്ചുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. ഹിജാബ് എന്ന് പറയുന്നത് തലമറക്കുന്നതിനല്ല, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും ധരിച്ച് ആ രൂപത്തിൽ വസ്ത്രധാരണ ചെയ്യുന്നതിനാണ് ഹിജാബ് എന്ന് ഇസ്ലാമിൽ പറയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് ഇസ്ലാമിൻ്റെ നിബന്ധന. അങ്ങനെ ഇറങ്ങണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയന്ത്രണ എന്നു മാത്രമല്ല, അങ്ങനെയേ ഇറങ്ങാവൂ എന്നതാണ് ഇസ്ലാമിൻ്റെ തിട്ടൂരം, ഖുർആനിന്റെ തിട്ടൂരം. ഒരു മുസ്ലിം സ്ത്രീയാണെങ്കിൽ അങ്ങനെയേ ഇറങ്ങാൻ പാടുള്ളൂ. അത് ഉസ്താദിന്റെ ഭാര്യയായിരുന്നാലും കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ മക്കളായിരുന്നാലും ആരായിരുന്നാലും അങ്ങനെ മാത്രമേ ഒരു മുസ്ലിം സ്ത്രീയാണെങ്കിൽ അവൾ പുറത്തേക്കിറങ്ങാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ കട്ടായമായി കൊണ്ട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിലൂടെ യാ അയ്യുഹൻ നബി, പ്രവാചകരെ അങ്ങ് പറയുക, ലി അസ്വാജിക താങ്കളുടെ ഭാര്യമാരോട്, വ ബനാതിക താങ്കളുടെ പെൺമക്കളോട്, വ നിസാഇൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ വിശ്വാസിനികളോട്, സ്ത്രീകളോട് എന്ത് പറയണം? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടണം. അതാണ് അവർ അറിയപ്പെടാൻ, അവൾക്ക് സുരക്ഷിതമായി കൊണ്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് എന്നാണ്. അവിടെ ഈ വിഷയത്തിൽ അത് നമ്മൾ നമ്മുടെ ഭാര്യമാരോട് പറയേണ്ടതാണ്, നമ്മുടെ കുട്ടികളോട് പറയേണ്ടതാണ്, നമ്മുടെ സുഹൃത്തുക്കളോട് ഉപദേശിക്കേണ്ടതാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും നിർബന്ധമായി കൊണ്ട് പറയേണ്ടതാണ്. ഇതിലൊരു ചോയ്സ് ഇല്ല, ഒരു ചോയ്സ് ഇല്ല ഈ വിഷയത്തിൽ, ഒരു സെലക്ഷൻ ഇല്ല ഈ വിഷയത്തിൽ. ഒരു സ്ത്രീ അത് ആരാവട്ടെ, നമ്മുടെ ആരാവട്ടെ, മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ചോയ്സ് ഇല്ലാത്ത, സെലക്ഷൻ ഇല്ലാത്ത കാര്യമാണ്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് ഖുർആൻ സൂറത്തു അഹ്സാബിന്റെ തന്നെ 36-ാമത്തെ വചനത്തിൽ പറയുന്നു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു എന്ന് തുടങ്ങിയിട്ട് അല്ലാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചാൽ അതിൽ തെരഞ്ഞെടുപ്പ്, ഒരു ചോയ്സിനുള്ള അധികാരം, അവകാശം വിശ്വാസികളായ ആളുകൾക്കില്ല. ഇത് അല്ലാഹ് വിധിച്ചു കഴിഞ്ഞു, പ്രവാചകൻ നിശ്ചയിച്ചു കഴിഞ്ഞു. അവിടെ പിന്നീട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവകാശം നമുക്കില്ല. പുറത്തിറങ്ങുമ്പോ അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്നതാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനിയോ ഈ വസ്ത്രധാരണം എന്ന് പറയുന്നത് അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷയാണ്.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ വസ്ത്രധാരണ എന്ന് പറയുന്നത് അവരുടെ സുരക്ഷയാണ്, അവരുടെ സംരക്ഷണമാണ്. കാരണം സൃഷ്ടാവായ തമ്പുരാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും അമൂല്യമായതിനെയൊക്കെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് സ്ത്രീകളെ മാത്രമല്ല, അമൂല്യമായി നാം കാണുന്ന പലതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അത് പെട്ടെന്ന് കിട്ടൂല. അതൊരു ഫ്രെയിമിന്റെ ഉള്ളിലാണ്, ഒരു കവചത്തിന്റെ ഉള്ളിലാണ്. ഡയമണ്ട് എവിടെയാണ്? ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ് അത്. ഡയമണ്ട് പെട്ടെന്ന് ഭൂമിക്ക് മുകളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് കിട്ടില്ല. അത് ഭൂമിയുടെ ആഴങ്ങളിലാണുള്ളത്. അതുപോലെ പവിഴം, മുത്തുകൾ, പവിഴം, അത് ചിപ്പികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അല്ലാഹ്. അത് കിട്ടണമെങ്കിൽ കുറേ അധ്വാനിക്കണം. അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ആ ചിപ്പികൾക്കുള്ളിൽ അതിന് നിക്ഷേപിച്ചിരിക്കുന്നത്. സ്വർണം ഇന്ന് 1,00,000-നടുത്ത് വിലയായി. ആ സ്വർണം വളരെ പെട്ടെന്ന് കിട്ടില്ല. അത് ഭൂമിക്കടിയിൽ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത് അതിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ മുഴുവനും നടത്തണം. അപ്പോ ഏറ്റവും വിലപിടിപ്പുള്ള അമൂല്യമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരു കവചത്തിനുള്ളിലാണ്, ഒരു ഫ്രെയിമിനുള്ളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ. അതുപോലെ തന്നെ സ്ത്രീ ഏറ്റവും അമൂല്യമാണ് ഇസ്ലാമിൽ. ഈ സ്ത്രീക്ക് ഏറ്റവും പവിത്രത കൽപ്പിക്കപ്പെടേണ്ടവളാണ്, അവൾക്ക് സുരക്ഷ നൽകപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഇങ്ങനെയൊരു വസ്ത്രധാരണാ രീതി അവൾക്ക് ആവശ്യമാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്ന അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടാണ് അങ്ങനൊരു നിയമം അവരുടെ മേൽ നിയമമാക്കിയിട്ടുള്ളത്. ഇനി നോക്കൂ, വിലപിടിപ്പുള്ള ഒരു വസ്തു നമ്മുടെ മകൾ ഒരു +2-ലോ ഡിഗ്രിയിലോ നല്ല ഗ്രേഡോടുകൂടി പാസ്സായി എന്ന് കരുതുക, ഫുൾ A+ കൂടി പാസ്സായി. നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നു, ഒരു ഫോണാണ് വാങ്ങിക്കൊടുക്കുന്നത്. 10-30 രൂപ ഐഫോൺ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വില. ഇതെല്ലാം കൂടി വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് ആ പുതിയതായ ഒരു ഫോൺ അവളുടെ കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കും, ഒരു പക്ഷെ എപ്പാ ഞാനും പോരുന്നുണ്ട് കൂടെ. എന്തിനാണ്? എനിക്ക് ആ ഫോണിന് ഒരു പൗച്ച് വാങ്ങണം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ കാർഡ് വേണം. എന്തിനാണത്? ഈ ഫോൺ മോളെ എങ്ങനെ കാണുന്നത് എന്നല്ലേ ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. കാണാൻ ഏറ്റവും ഭംഗി ഈ ഫോൺ ഇങ്ങനെ കാണുന്നതല്ലേ? ശരിയാണ്, നമുക്കറിയാം. നമ്മുടെ കൈകളിലൊക്കെ ഉള്ള ഫോൺ ഈ പൗച്ച് ഒഴിവാക്കിയാൽ അങ്ങനെ കാണുന്നതാണ് ഏറ്റവും ഭംഗി. നാം എന്തിനാ പൗച്ച് ഇട്ടിട്ടുള്ളത്? ആ സ്ക്രീൻ കാർഡ് അതിനിട്ടിട്ടുള്ളത് എന്തിനാ? അപ്പൊ ആ കുട്ടി പറയും, അത് വീണ് പൊട്ടിയാൽ അതിൻ്റെ ഡിസ്പ്ലേ പോകരുത്. ഡിസ്പ്ലേ പോയാൽ അതിന് 1000 വേണം അത് മാറ്റാൻ. അത് തന്നെ പുതിയതിൻ്റെ അതിൽ ആ കണ്ടീഷൻ കിട്ടുകയുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഡിസ്പ്ലേ പോകാതിരിക്കാൻ അതിനൊരു സ്ക്രീൻ ഗാർഡ് വെക്കണം, അതുപോലെ തന്നെ ഒരു പൗച്ചിടണം. അപ്പോഴൊക്കെയാണ് അതിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. കാരണം അത്ര വിലപിടിപ്പുള്ളൊരു സാധനമാണിത്. അതുപോലെ ഇസ്ലാമിൽ വിലപിടിപ്പുള്ള ഒരു സാധനമാണ് സ്ത്രീ എന്ന് പറയുന്നത്. ആ സ്ത്രീക്ക് അതിൻ്റെതായ കവറേജ് ആവശ്യമാണ്. ആ രൂപത്തിൽ സ്ത്രീക്ക് വസ്ത്രം ധരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള കാര്യവുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ഒരു വിഭാഗത്തിൽപ്പെട്ട ബനീ തമീം ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോ അവർ വളരെ ലോലമായ വസ്ത്രം ധരിച്ചവരായിരുന്നു. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ഇൻ കുന്തുന്ന മുഅ്മിനാത്തിൻ ഫലൈസ ഹാദാ ബിലിബാസ്. നിങ്ങൾ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളാണെങ്കിൽ ഈ വസ്ത്രങ്ങൾക്ക് യോജിച്ചതല്ല, ഈ വസ്ത്രം നിങ്ങൾക്ക് യോജിച്ചതല്ല. ഇനി നിങ്ങൾ അങ്ങനെയുള്ളവരല്ലെങ്കിൽ വൈൻ കുന്തുന്ന ഗൈറ മുഅ്മിനാത്തിൻ ഫതമത്തഇന, നിങ്ങൾ അങ്ങനെയുള്ളവരല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ വസ്ത്രം ധരിച്ചോളൂ. മുഅ്മിനാത്തുകളാണോ നിങ്ങൾ വസ്ത്രം ധരിച്ചത്? ഈ രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വസ്ത്രധാരണാ രീതിയെക്കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണാ രീതിയെക്കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞത് കുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട് പ്രവാചകരെ അങ്ങ് പറയുക. അതുപോലെ നിസാഉൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആളുകളുടെ ഭാര്യമാരോട് അങ്ങ് പറയുക. ആരോടാ പറയാൻ പറഞ്ഞത്? മുഅ്മിനീങ്ങളായ ആളുകളുടെ ഭാര്യമാരോട്, മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങളോട്. അപ്പൊ അവർക്കേത് പ്രാവർത്തികമാക്കാൻ കഴിയൂ? വിശ്വാസമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ വസ്ത്രധാരണാ രീതി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ നമ്മൾ സമൂഹത്തിൽ കാണുന്ന മീറ്ററുകളോളമുള്ള ശീല അവിടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിലും അല്പസ്ഥലം മറയാനുള്ള ആ തല മറച്ചിട്ടില്ലെങ്കിൽ
അതിന്റെ അർത്ഥം അവിടെ ഈമാനിൽ പഴവുണ്ടെന്നാണ്. അവർ മുസ്ലിമാണെന്ന് നാഴികക്ക് 40 വട്ടം അവർ പറഞ്ഞാലും അവിടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നു തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ള വേഷവിധാനത്തിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം ഖുർആൻ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ വ ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതങ്ങൾക്കും ഒരു സ്വഭാവ രീതിയുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവ രീതി ലജ്ജ എന്നുള്ളതാണ്. വിവസ്ത്രയായോ അല്ലെങ്കിൽ അത്തരത്തിൽ നഗ്നതകൾ വെളിവാക്കിക്കൊണ്ടോ പുറത്തിറങ്ങുമ്പോ അവിടെ ഒരു ലജ്ജ മുസ്ലിങ്ങളായ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ ഈ പറഞ്ഞ രൂപത്തിൽ സ്ത്രീക്ക് സ്ഥാനവും പദവിയും മഹത്വവും നൽകിക്കൊണ്ട്, സ്ത്രീ എന്ന് പറയുന്നത് ഇസ്ലാമിൽ പർദ്ദക്കുള്ളിലെ തരുണികൾ, സ്ത്രീകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിപ്പിനുള്ളിലെ മുത്തുമണികളെ പോലെ അത്രയും തിളങ്ങുന്നതും വിലപിടിപ്പുള്ളതും അമൂല്യമായതുമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ആ രീതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഞാൻ നിസ്കരിക്കണില്ലേ, ഞാൻ നോമ്പ് വലിക്കണില്ലേ, എന്റെ പെണ്ണുങ്ങളും ആ രൂപത്തിലൊക്കെ ചെയ്യുന്നില്ലേ, എന്റെ ഭാര്യയും ഉമ്മയും സഹോദരിയും മക്കളും ഒക്കെ ബാക്കിയുള്ള നോമ്പ് നോൽക്കുന്നില്ലേ, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? സമാധാനിക്കാൻ നമുക്ക് സമയമായിട്ടില്ല. കാരണം അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഖുർആൻ കഴിച്ചാൽ പിന്നെ ഏറ്റവും സ്വീകാര്യമായ ഇമാം ബുഖാരിയുടെ ഹദീസിൽ നമുക്ക് കാണാം, സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 വിഭാഗം ആളുകൾ നരകത്തിലാണ്. മുത്ത റസൂലിന്റെ തിരുമൊഴിയാണ്. അതിലൊന്ന് ഭരണാധികാരികളായ ധിക്കാരികളായ ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് നരകത്തിലാണെന്ന് പ്രവാചകൻ തീർത്തു പറയുന്ന രണ്ടാമത്തെ വിഭാഗം, വനിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. ഒരു വിഭാഗം സ്ത്രീകളാണ്. അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിലും അവർ നഗ്നകളാണ്. അവരുടെ മറക്കേണ്ട ഭാഗങ്ങൾ, നഗ്നതകൾ അവർ മറച്ചിട്ടില്ല. അവർ ചാഞ്ഞും ചെരിഞ്ഞും ആളുകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. റൂസുഹുന്ന കഅസ്മിനത്തിൽ ബുഖ്തി, ഒട്ടകങ്ങളുടെ പൂഞ്ഞകൾ പോലെ അവൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാടിയും മുലഞ്ഞും അവരുടെ തല ചായ്ച്ചും ചെരിച്ചും അവർ സമൂഹത്തിന്റെ ഇടയിലൂടെ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന ആ സ്ത്രീകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മാത്രമല്ല വലാ യജിദന റീഹഹാ, അതിന്റെ വാസന പോലും അനുഭവിക്കാൻ അവർക്ക് കഴിയില്ല. ആ സ്വർഗത്തിന്റെ സുഗന്ധം ഒരുപാട് അകലങ്ങളിൽ വീശിയടിക്കുമെന്നാണ്. ആ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ ആര് കേൾക്കാൻ? ആരാ ഇത് പ്രാവർത്തികമാക്കുന്നത്? അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിൽ അരസതയാണ്, അലംഭാവമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ പറയിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇത് അവർക്ക് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയിപ്പിക്കുകയാണ് എന്ന് ആ രൂപത്തിലാണ്. നമുക്ക് സിനിമാ നടികളും അതുപോലെ സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരുമായ പല ആളുകളും മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കമലാ സുരയ്യ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും ഞാൻ ബോംബെ പട്ടണത്തിലൂടെ നടന്നിരുന്നത് പർദ്ദ ധരിച്ചായിരുന്നു എന്ന്. കാരണം അത് സുരക്ഷയാണ്. അങ്ങനെയൊരു ആ രൂപത്തിൽ നടക്കുന്ന ആളുകളെ ഉപദ്രവിക്കുവാനോ മോശമായ കണ്ണുകളെ കൊണ്ട് നോക്കുവാനോ അവർ മുന്നിട്ട് വരികയില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പർദ്ദ ധരിച്ചുകൊണ്ട്, ഇസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട്, മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീ പറയാതെ പറയുന്നത് എനിക്കൊരു നിലപാടുണ്ടെന്നാണ്. ഇസ്ലാമികമായ വേഷവിധാനത്തോടുകൂടി പുറത്തേക്കിറങ്ങുന്ന, ഷോപ്പിങ്ങിന് പോകുന്ന, അങ്ങാടിയിലേക്ക് പോകുന്ന, യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ പറയുന്നത് എനിക്കൊരു നിലപാടുണ്ട് എന്നാണ്. എന്റെ ശരീരം കണ്ട പൂവാരന്മാരും ഞരമ്പ് രോഗികളും കണ്ട് ആസ്വദിക്കാനുള്ളതല്ല എന്നാണ്. ആളുകൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുവാനുള്ളതല്ല എന്റെ ശരീരമെന്നാണ്. മാന്യമായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ഇത്തരത്തിലുള്ള കണ്ണുകൾ വേട്ടയാടുകയില്ല.
അതുപോലെ അവരോട് അപമര്യാദയായി സംസാരിക്കുകയില്ല, ഇടപഴകുകയില്ല. അതുകൊണ്ട് അമൂല്യമായ നിധികളാണ് ഇസ്ലാമിൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. വിലപ്പെട്ട സമ്പത്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് സ്ഥാനമുണ്ട്, പദവിയുണ്ട്. ആ പദവിയും സ്ഥാനവുമെല്ലാം വകവെച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഇസ്ലാമികമായ ജീവിതത്തിന് വേണ്ടി ആ പവിത്രത നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവർക്ക് നൽകിയിട്ടുള്ള വേഷമാണ് ഹിജാബ് എന്ന് പറയുന്നത്. തലയടക്കം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കുക എന്ന് പറയുന്നത് അത് നിർബന്ധമാണ്. സൂചിപ്പിച്ചതുപോലെ ചോയ്സ് ഉള്ള മേഖലയല്ല. നമ്മളും ഇക്കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഭാര്യമാരോടും സ്ത്രീ സമൂഹത്തോടും ഇക്കാര്യം പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. നമ്മളൊരു പക്ഷേ സ്വർഗത്തിലേക്ക് പോയെങ്കിൽ തന്നെ നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഭാര്യയെ, നമ്മുടെ മകളെ, നമ്മുടെ മാതാവിനെ 70 മുളം നീട്ടമുള്ള ചങ്ങലകളിൽ വരിഞ്ഞു കെട്ടിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അള്ളാഹുവിന്റെ മഹ്ശറ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെ ഒരു ദുർഗതി നമുക്ക് വരാതിരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലും പ്രവാചകനും പഠിപ്പിച്ചിട്ടുള്ള ഒരു വേഷവിധാനം സ്വീകരിക്കാനുള്ള ആത്മാർത്ഥതയും തഖ്വയും ഈമാനും നൽകി നമ്മുടെ സഹോദരിമാരെ ആ തഖ്വയോട് കൂടി ജീവിക്കാനുള്ള അനുകൂല ഘടകങ്ങൾ അവരുടെ മനസ്സുകളിൽ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവർക്ക് പ്രേരണ നൽകിക്കൊണ്ട് ഈ രംഗത്ത് ഇസ്ലാമികമായ വേഷങ്ങൾ ധരിക്കണം എന്ന് അവരോട് ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും കൽപ്പിക്കാവുന്നവർക്ക് കൽപ്പിക്കാനും പറ്റുന്ന മാനസികമായ അവസ്ഥയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾക്കൊക്കെ തോന്നുന്നത് ഞാൻ ഈ വേഷം ധരിച്ച് നടന്നാൽ എവിടെയും എത്തിച്ചേരുകയില്ല, ഒരു സ്ഥാനത്ത് ഒരു പദവിയിൽ ഒന്നും എത്താൻ സാധിക്കുകയില്ല എന്നാണ്. അതവർക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ്, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഹിജാബ് ധരിച്ചുകൊണ്ട് വിമാനം ഓടിക്കുന്ന സൽവ ഫാത്തിമയെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. പൂർണ്ണമായി ഹിജാബ് ധരിച്ചുകൊണ്ടാണ് സൽവ ഫാത്തിമ പൈലറ്റായി ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ കർണാടകയിലെ വിശ്വേശ്വര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്കാദമിക മികവിന് 17 സ്വർണ്ണ മെഡൽ വാങ്ങിയിട്ടുള്ളത് ബുഷ്റ മത്തീൻ എന്ന് പറയുന്ന പൂർണ്ണ ഹിജാബിൽ മാത്രം പൊതുരംഗത്തിറങ്ങുന്ന ഒരു സ്ത്രീയാണ്. 17 സ്വർണ്ണ മെഡൽ അക്കാദമിക മികവിന് വേണ്ടിയിട്ട്. കേവലം 1% മാത്രം മുസ്ലിങ്ങളുള്ള അമേരിക്കയുടെ പാർലമെന്റിൽ അംഗമായ ഇഹ്സാൻ ഉമർ എന്ന് പറയുന്ന സ്ത്രീ പൂർണ്ണമായ ഹിജാബ് ധരിച്ചുകൊണ്ടാണ് ആ പാർലമെന്റിലും പൊതുരംഗത്തുമെല്ലാം വരുന്നത്. 35% മുസ്ലിങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിൽ പ്രസിഡന്റായ സാമിയ ഹസൻ പൂർണ്ണമായും ഹിജാബ് ധരിക്കുന്ന സ്ത്രീയാണ്. 15% മുസ്ലിങ്ങളുള്ള സിംഗപ്പൂരിൽ സ്പീക്കറായും കഴിഞ്ഞ 5 വർഷം പ്രസിഡന്റായും ഉള്ള ഹലീമ യാക്കൂബ് പൂർണ്ണമായും ഹിജാബ് ധരിച്ചിട്ടുള്ള സ്ത്രീയാണ്. നൂറ അൽ മത്രൂഷി എന്ന മുസ്ലിം സ്ത്രീ ഹിജാബ് ധരിച്ച് സ്പേസിൽ വെച്ചുകൊണ്ട് ലോകത്തോട് സംസാരിച്ചിട്ടുണ്ട്. നൂറ അൽ മത്രൂഷി എന്ന് പറയുന്ന സ്ത്രീ. തവക്കുൽ കർമാൻ നോവൽ സമ്മാനം സ്വീകരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പൂർണ്ണമായ ഹിജാബോട് കൂടിയിട്ടാണ്. കർണാടകയിൽ കനീസ് ഫാത്തിമ MLA ഇപ്പോഴും പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും ഹിജാബ് ധരിച്ചുകൊണ്ടാണ്. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ. അപ്പോൾ ഹിജാബ് എന്നുള്ളത്, അത് സ്വീകരിക്കുക എന്നത് ഒന്നിനും ഒരു തടസ്സമല്ല. ഉയർച്ചക്കോ വളർച്ചക്കോ സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ ഒന്നിനും ഒരു തടസ്സമല്ല. അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ആയിഷ തൈമൂരിയ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കവിയും ഉപന്യാസകാരിയുമായിട്ടുള്ള ആ സ്ത്രീ തൻ്റെ കവിതയിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മാളുറനി അദബി വഹുസ്നു തഅല്ലുമി
ഇല്ലാ ബികൗനി സഹ്റത്തൽ അൽബാബി മാഅഖനി ഖജലി അനിൽ ഉൽയ വലാ സദറുൽ ഖിമാരി ബിലിമ്മതി വനിഖാബി. എൻ്റെ മുഖമക്കരയും എൻ്റെ നാണവും എൻ്റെ പരിശുദ്ധമായ പവിത്രമായ ജീവിത രീതികളും എനിക്ക് പഠിക്കുവാനോ എനിക്ക് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനോ തടസ്സമായിട്ടില്ല എന്നു മാത്രമല്ല, ആ രംഗങ്ങളിൽ എൻ്റെ സമപ്രായക്കാർക്കിടയിൽ കൂടുതൽ ആദരവിനും അംഗീകാരത്തിനും അർഹയാവുകയാണ് ഞാൻ ചെയ്തത് എന്ന്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, എൻ്റെ സമപ്രായക്കാർക്കിടയിൽ കൂടുതൽ സ്ഥാനവും മാനവും എനിക്ക് നേടിത്തരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിം സഹോദരി പല ചടങ്ങുകൾക്കും ഡൽഹിയിൽ വരെ ഇസ്ലാമികമായ വേഷത്തോടു കൂടി പോയിരുന്ന ഖബറുന്നിസ അൻവർ എന്ന പേര് തന്നെ പറയാം, പല വേദികളിലും അങ്ങനെ തന്നെയായിരുന്നു എത്തിപ്പെട്ടിരുന്നത്. അവർക്ക് ആ വേദികളിൽ എത്തിപ്പെടുമ്പോൾ സ്ഥാനം കൂടുതൽ ലഭിക്കുക എന്നല്ലാതെ പിന്തള്ളപ്പെട്ടു പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അത്തരത്തിലുള്ള കാഴ്ചപ്പാട്. ഇനി അതുകൊണ്ട് സൗന്ദര്യം വല്ലതും കുറയുമോ അല്ലെങ്കിൽ കൂടുമോ? ആ ധരിക്കാതെ നടക്കുന്ന ആളുകൾ മുഖമക്കനെ ധരിച്ചു നോക്കൂ, സൗന്ദര്യം കൂടുകയാണ് ചെയ്യുക, അവർക്ക് ഭംഗി കൂടുകയാണ് ചെയ്യുക. ഇനി ഭൗതികമായി വല്ല നേട്ടവുമുണ്ടോ? ഇപ്പൊ നമ്മൾ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ എയർ ക്യാപ്പ് വെക്കലുണ്ട്. എന്താ? ഈ മുടി അപകടകരമായ ഒരു കാര്യമാണ്. കൊഴിയുന്ന മുടി ഭക്ഷണത്തിലോ മറ്റോ ആയിട്ടുണ്ട് എങ്കിൽ അത് ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തിയാൽ വളരെ ദോഷകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയും എയർ ക്യാപ്പ് ധരിക്കണം. ഒരു ഡോക്ടർ തൻ്റെ ഓപ്പറേഷൻ നിർവഹിക്കുന്ന സമയത്ത് തിയേറ്ററുകളിൽ വെച്ചുകൊണ്ട് എയർ ക്യാപ്പ് ധരിക്കുന്നുണ്ട്. എന്തിനാ? അത്തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കാൻ. അപ്പൊ ഭൗതികമായി നോക്കിയാലും സാംസ്കാരികമായി നോക്കിയാലും ഏത് നിലക്കും തല മറക്കുക എന്നത് തന്നെയാണ് സുരക്ഷിതത്വം എന്ന് നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, മുന്നിലിരിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളുടെ മുടികൾ പാറിയിട്ടായിരിക്കും നമ്മുടെ മുഖത്തേക്കോ വസ്ത്രത്തിലേക്കോ വരുന്നത്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഭൗതികമായിട്ടും നമുക്ക് വ്യാഖ്യാനിക്കാനും ആളുകൾക്ക് നന്മയതാണ് എന്ന് വരുത്തി തീർക്കാനും പറ്റുന്ന ഒരു കാര്യമാണത്. ഇസ്ലാമിൽ നിർബന്ധമാണ്. ഈ നിർബന്ധമാണ് എന്ന ബോധം നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാവുക. ഇത് പറയാൻ പറ്റുന്ന വേദികളിലും സ്ഥലങ്ങളിലുമെല്ലാം അവരുടെ വേഷവിധാനത്തെക്കുറിച്ച് നാം പറഞ്ഞു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബോധം നമ്മളിൽ നിലനിർത്തി തരുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും മുറ തെറ്റാതെ ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പടച്ചവരെ, നിന്റെ ദീനിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ട് എങ്കിലും അത് നടപ്പിലാക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പൊറുത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പൊറുത്ത് മാപ്പാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.